ഉറപ്പായിട്ടും വിളിച്ചില്ലെങ്കിൽ നിങ്ങൾ വരുമല്ലോ. രണ്ടുപേരുടെയും കല്യാണക്കാര്യം പറഞ്ഞില്ല, നവീൻ ചേട്ടനും അനുമോളും. അത് ചില ആൾക്കാർ തെറ്റിദ്ധരിച്ച് നിങ്ങൾ രണ്ടുപേരും കല്യാണം എന്നുള്ള കമന്റ് വരുന്നുണ്ട്. അപ്പൊ അതിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. അയ്യോ, ബിനീഷ് ചേട്ടന് ഞാനും അല്ല. ബിനീഷ് ചേട്ടൻ വേറൊരു പെൺകുട്ടിയായിട്ടാണ് കല്യാണമായിട്ടിരിക്കുന്നത്. ബിനീഷ് ചേട്ടൻ എൻ്റെ സ്വന്തം ചേട്ടനാണ്. അതന്ന് പറഞ്ഞായിരുന്നല്ലോ. അത് ചിലരുടെ എന്താ പറയണ്ടേ, മനസ്സിന്റെ കുഴപ്പമാണ്. അത് ചിലപ്പോൾ അതെന്താ പ്രശ്നം എന്നറിയാവോ, ഈ ആ ഒരു ന്യൂസ് കൊടുക്കുന്ന മീഡിയക്കാരുണ്ടല്ലോ, അവർ കൊടുക്കുന്ന ക്യാപ്ഷൻ വേറെ എന്തെങ്കിലും ആയിരിക്കും. അതെ അതായിരിക്കും കാരണം. ചില ആൾക്കാർ ഈ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കാണ്ട് അല്ലെങ്കിൽ വീഡിയോ ഫുള്ളും കാണാതെ ആയിരിക്കും ആ ഒരു ക്യാപ്ഷൻ മാത്രം വായിച്ച് നോക്കിയിട്ടായിരിക്കും ഇങ്ങനെ പെട്ടെന്ന്. ഇപ്പം ഞാനാണെങ്കിൽ പോലും പെട്ടെന്നൊരു, എനിക്കറിയാം ഇതൊക്കെ വെറും ഫേക്കാണെന്നുള്ള കാര്യം. പല നമ്മൾ ന്യൂസുകളും കാണുമ്പോൾ ഫേക്കാണെന്ന് അറിയാൻ പറ്റും. പക്ഷെ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ചേച്ചി അമ്മമാരും അച്ഛന്മാരൊക്കെ അവരൊക്കെ പെട്ടെന്ന് വിചാരിക്കുന്ന പറഞ്ഞാൽ അതെന്നേ വിചാരിക്കും, ഒരു ഓപ്പൺ ചെയ്ത് നോക്കാൻ പോകത്തില്ല. ആണോ? താങ്ക് യു. ആയിരിക്കും, കുഴപ്പമില്ല. നമ്മൾ ഇതൊക്കെ എന്താ എപ്പോഴും കേൾക്കുന്നതല്ലേ, അതുകൊണ്ട് പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല. ഈ മാസം എനിക്ക് നല്ല ഇനാഗ്രേഷനാണ്. ഈ മാസം ഇനിയിപ്പോൾ 30-ാം തീയതി പ്രോഗ്രാമുണ്ട്. അതെന്തോ എനിക്കറിയില്ല, എന്തോ ഒരു ഭാഗ്യം. അതെടുത്തിടരുതേ ദയവ് ചെയ്ത്. ഞാൻ ഏത് ഇനാഗ്രേഷന് പോയാലും ഹണി ചേച്ചിയുടെ പേര് എടുത്തിടരുതെന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും. ആരെങ്കിലും എടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ ഒരു പേര് വന്നാൽ മതി. എന്തായാലും ഏതെങ്കിലും ഒരു മീഡിയയിൽ ഒരു ക്യാപ്ഷൻ കാണും, ഹണി റോസിനെ എന്തോ വെല്ലുവിളി, അങ്ങനെയൊക്കെ. അതൊക്കെ എന്തിനാ അങ്ങനെ ഇടുന്നത്? അവരെന്നെ ഇഷ്ടം കൊണ്ട് വിളിക്കുന്നു, വരുന്നു അല്ലേ? അങ്ങനെയല്ലേ, ഇഷ്ടം കൊണ്ടല്ലേ വിളിച്ചേ? അതെ, കിട്ടുന്ന സന്തോഷമുള്ള കാര്യമാണ്. എന്നാലും നമ്മൾക്ക് ഇപ്പം ഞാനൊരു ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയും കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുകയുള്ളൂ. സത്യം. ഇല്ല, അത് ഞാൻ പറയത്തില്ല. അല്ല, അങ്ങനെയല്ല, ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പം ഇവരെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടും ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അച്ഛനെന്താ ഗിഫ്റ്റ് കൊടുത്തത്? ബർത്ത്ഡേക്കോ? ഇന്നലെ എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അച്ഛന് ഞാൻ സർപ്രൈസായിട്ട് കേക്ക് ഞാൻ വീട്ടിൽ 12 മണിക്ക് എത്തിച്ചു. ഇനിയിപ്പോൾ ഇന്നാണ് ശരിക്കും ഞാൻ വീട്ടിൽ പോയതിനു ശേഷം ഗിഫ്റ്റൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ പറയൂല. അച്ഛന് ഇഷ്ടമുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ അച്ഛന് എന്താ പറയണ്ട, അങ്ങനെയൊക്കെ. അത് സർപ്രൈസാണ്. കോസ്റ്റ്യൂം പെട്ടെന്ന് ഡീനേറ ബൊട്ടിക്കാണ് കോസ്റ്റ്യൂം. അതും ഇന്നലെ രാത്രി KSRTC ബസ്സിൽ അവർ കുറേ കൊടുത്തു വിട്ടതാണ്. ഇന്ന് രാവിലെ എനിക്ക് കിട്ടിയത്. എങ്ങനെയുണ്ട്? എനിക്ക് ബ്ലാക്കാണ് ഇഷ്ടം. എല്ലാവർക്കും ബ്ലാക്കാണ് ഇഷ്ടം. അത് നമ്മൾ മറ്റേ തിരുവല്ലയിലുള്ള അല്ലേ, കൊള്ളാമല്ലേ? വെറൈറ്റി കോസ്റ്റ്യൂം എല്ലാം. എനിക്ക് ഇനാഗ്രേഷന് പോകുമ്പോഴൊക്കെ എല്ലാ ആർട്ടിസ്റ്റുകളും 1, 2, 3 ആഴ്ചയ്ക്ക് മുന്നേ അല്ലെങ്കിൽ ഒരു മാസത്തിന് മുന്നേ ആയിരിക്കും കോസ്റ്റ്യൂമൊക്കെ ഡിസൈൻ ചെയ്ത് വയ്ക്കുക. ഞാൻ തലേ ദിവസം വിളിച്ച് പറയുന്നത് കോസ്റ്റ്യൂം വേണമെന്നൊക്കെ. ആരാധകർ കൂടി വരുവാണോ? ആണോ? ഭയങ്കര സന്തോഷമുണ്ട്. സന്തോഷം മാത്രമാണ്. സന്തോഷവും സ്നേഹവും, തിരിച്ചും സ്നേഹമാണ്. ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ, നേരിട്ട് കാണണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കുഴപ്പമില്ല, നേരിട്ട് കാണണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇതുപോലുള്ള സിറ്റുവേഷൻ നമ്മളിങ്ങനെ ഇനാഗ്രേഷനൊക്കെ പോകുമ്പോഴാണ് എല്ലാവരും കാണാൻ പറ്റുന്നത്. ഇപ്പം തന്നെ ഒത്തിരി ഒരു അച്ഛൻ പുള്ളിക്കാരൻ വന്നിട്ട് എന്താ പറയണ്ടേ, ഭയങ്കര ഹാപ്പിയോടെയാണ് സംസാരിച്ചത്. സമാധാനം, എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം സാധിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അവൻ ഇവിടെ വന്നിട്ടുണ്ടോ? അവൻ എനിക്ക് കഴിഞ്ഞ തിരുവല്ലയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇനി വരരുത് മോനെ, ഇതുപോലെ എനിക്കറിയത്തില്ല. അപ്പം അന്ന് വന്നായിരുന്നു, അന്ന് ഞാൻ കണ്ടായിരുന്നു ബാക്കിലിരുന്നേ. പക്ഷെ അവൻ ഇന്ന് ഇവിടെ വരുന്ന സംഭവം സ്റ്റോറി ഇട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്നും കാണുമെന്ന് വിചാരിച്ചു. ഡ്യൂട്ടി ഉണ്ടോ? അനുമോള് കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കിനും പറഞ്ഞു ആദ്യം സോഷ്യൽ മീഡിയനെ അറിയിക്കുന്നു. അതെ, ശരിക്കും പറഞ്ഞാണോ? കല്യാണം ആകുമ്പോൾ സോഷ്യൽ മീഡിയ അറിയിക്കും. ഉള്ളതാ. എന്ത് ന്യൂസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബർത്ത്ഡേ ആണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഇടുന്നത് ഇൻസ്റ്റാഗ്രാമിലായിരിക്കും അല്ലെങ്കിൽ ഫേസ്ബുക്കിലായിരിക്കും. ഇനാഗ്രേഷൻ ആണെങ്കിൽ അതല്ലേ, അതുകൊണ്ടാണല്ലോ നിങ്ങൾ എല്ലാവരും വരുന്നത് തന്നെ. അതുപോലെ എനിക്ക് കല്യാണം ആയി കഴിഞ്ഞാലും ഞാൻ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ അറിയിച്ചിട്ടേ ഞാൻ എൻ്റെ ബന്ധുക്കളെ അറിയിക്കും. ഉറപ്പായിട്ടും വിളിച്ചില്ലെങ്കിൽ നിങ്ങൾ വരുമല്ലോ.